ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം, മോഷ്ടിക്കരുത് എന്ന ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിൽ നിന്ന് പഠിക്കാവുന്ന 8 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 9ാമത് അതിൽ നിന്ന് പഠിക്കാവുന്നതായ ഒരു പാഠമെന്ന് പറയുന്നത് ഫോർഗീവ് ദോസ് ഹു ഹാവ് സ്റ്റോളൻ ഫ്രം യു. ആരെങ്കിലും നമ്മളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിയോട് നാം ക്ഷമിക്കുന്നവർ ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളെ, അവർ ചെയ്ത ആ തെറ്റിനെ നാം ക്ഷമിക്കുമ്പോൾ അത് മുഖാന്തരമായിട്ട് വലിയവനായ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു ക്ഷമ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ മോഡൽ പ്രേയറിൽ നിങ്ങളോട് കടംപെട്ടിരിക്കുന്നവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. ആൻഡ് ഫോർഗീവ് അസ് അവർ ഡെബ്റ്റ്സ് ആസ് വി ഓൾസോ ഹാവ് ഫോർഗീവൺ അവർ ഡെറ്റേഴ്സ്. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവർ ആയിരിക്കണം. നാം മറ്റുള്ളവരോട് ക്ഷമിച്ച് അത് മുഖാന്തരമായിട്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് ക്ഷമ ലഭിക്കണം. അതിൻ്റെ 15-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ബട്ട് ഇഫ് യു ഡു നോട്ട് ഫോർഗീവ് അതേഴ്സ് ദെൻ യുവർ ഫാദർ വിൽ നോട്ട് ഫോർഗീവ് യുവർ ട്രാൻസ്ഗ്രഷൻസ്. നാം മറ്റുള്ളവരുടെ കടങ്ങളെ, പാവങ്ങളെ നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ വലിയവനായ ദൈവം നമ്മുടെയും തെറ്റുകളെയും കുറ്റങ്ങളെയും പാവങ്ങളെയും ദൈവം ക്ഷമിക്കുകയില്ല എന്നാണ് പറയുന്നത്. നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾക്ക് വിപരീതമായിട്ട് നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നാം ഇപ്പോഴും പകയും വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം ആരോ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് ഒന്നും താൻ പരാതി പറയാതെ ദൈവത്തോട് സ്തോത്രം പറയുകയാണ്. ദൈവമേ, ഞാനല്ലല്ലോ മറ്റൊരാളുടെ കാര്യം മോഷ്ടിച്ചത്. അങ്ങനെ എനിക്ക് മോഷ്ടിക്കുവാനായിട്ടുള്ളതായ ഒരു ചിന്താഗതി മനസ്സ് അവിടുന്ന് തരാതിരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതായിരിക്കണം നമ്മുടെയും മനോഗതി. ഫോർഗീവ് ദോസ് ഹു സ്റ്റീൽ ഫ്രം യു ആൻഡ് ബി ബ്ലെസ്സഡ് ആൻഡ് റിസീവ് മേഴ്സി. നാം മറ്റുള്ളവരുടെ തെറ്റുകൾ, അവർ നമ്മളോട് മോഷ്ടിച്ചത് നാം ക്ഷമിക്കുമ്പോൾ വലിയവനായ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും അതുപോലെ തന്നെ കരുണയും ലഭിക്കും. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ വലിയവനായ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമെന്ന് പറയുന്നത്, ബ്ലെസ്സഡ് ആർ ദ മേഴ്സിഫുൾ ഫോർ ദേ ഷാൾ റിസീവ് മേഴ്സി.
കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്കും കരുണ ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് എപ്പോഴും കരുണ ചെയ്യുന്നവരായിരിക്കണം, കാരണം നമുക്കും കരുണ ലഭിക്കേണ്ടതിന് വേണ്ടി. മാത്രമല്ല, പ്രേ ഫോർ ദോസ് ഹു ഹാവ് സ്റ്റോളൻ ഫ്രം യു. നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചാൽ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് ക്ഷമിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പാടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മളോട് ആര് മോഷണം ചെയ്തുവോ അവൻ പശ്ചാത്താപിക്കാതെ ഇരിക്കുന്ന സമയത്ത് പോലും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ലവ് യുവർ എനിമീസ് ആൻഡ് പ്രേ ഫോർ ദോസ് ഹു പേഴ്സിക്യൂട്ട് യു. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയതായ സമയത്ത് അവരുടെ പാവങ്ങളെ, അവരുടെ കുറ്റങ്ങളെ ക്ഷമിക്കണം, അവരെ കൊന്നുകളയരുത് എന്ന് മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ മിരിയാം മോശയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചപ്പോഴും മിരിയാമിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ വിശ്വാസികളെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിശ്ചയമായും അത് നമ്മുടെ ശത്രുക്കളുടെ ഇടയിൽ പോലും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? അതുകൊണ്ട് വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മളെ കബളിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവം അവർക്ക് കൃപ കൊടുക്കേണ്ടതിന് വേണ്ടി, കരുണ കാണിക്കേണ്ടതിന് വേണ്ടി വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന നാം ചെയ്യണം. അങ്ങനെ ചെയ്യുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ആത്മമിത്രം